കുറച്ച് തിയറി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാക്ടിക്കലിലേക്കൊക്കെ കടക്കുക. അപ്പം ഡിസൈനിങ്ങിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് അല്ല, ഇന്റീരിയർ എടുത്തോട്ടെ, ആർക്കിടെക്ട് എടുത്തോട്ടെ, എനി ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ എടുത്താലും നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഈ 2 സബ്ജക്റ്റ് ആയിരിക്കും. ഇത് കോമൺ ആണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. അതിൽ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ്സ് ഓഫ് ഡിസൈൻ ആണ്. അതായത് ഒരു ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആവശ്യമായ എലമെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? എലമെന്റ്സ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്. അല്ലെ, അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ലൈനാണ്. ലൈനിനെയാണ് ആദ്യത്തെ ഘടകമായിട്ട് പറയുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഡോട്ട് തൊട്ടിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. ഡോട്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മളൊരു പേന എടുത്ത് നമ്മൾ എന്താണ്, ഒരു ചെറിയൊരു ഡോട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലേ, ഇങ്ങനെ കുത്തുന്നതല്ലേ, ആ കുത്തിനെ തൊട്ടിട്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് തുടങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അപ്ഡേറ്റഡ് ആയപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ലൈൻ തൊട്ടിട്ടാണ്. അതായത് നമ്മളൊരു വര വരക്കുന്നത് തൊട്ടിട്ടാണ് എന്ത് തുടങ്ങുന്നത്, ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം വരയാണ് നമുക്ക് ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത്. അതിൽ പലതരം ലൈനുകളുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, പിന്നെ എന്താണ്, സിക്സാക്ട് ലൈൻ ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ലൈൻസ് ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. അപ്പം ഇതെല്ലാം എന്താണ്, ലൈൻസിനെ ബന്ധപ്പെട്ടതാണ്. അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ആണ്. എലമെന്റ്സിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഷേപ്പ് ആണ്. കേട്ടില്ലേ, സർക്കിള്, സ്ക്വയർ, ട്രയാങ്കിള്, ഇതെല്ലാം എന്താണ്, ഷേപ്പുകളാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഷേപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ലൈൻ പഠിച്ചു, ഇനി ലൈനുകൾ ചേർന്നിട്ട് എന്തുണ്ടാവും, ഷേപ്പുകൾ ഉണ്ടാവും. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് ഫോം ആണ്. ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനുകളും ചേർന്ന് ഷേപ്പുകൾ ഉണ്ടായി, ഷേപ്പുകളിലെ വീതിയും നീളവും കടന്നു വരുമ്പോൾ അത് എന്തായിട്ട് മാറും, ഒരു ഫോം ആയിട്ട് മാറും. ബോള് കേട്ടിട്ടില്ലേ, ബോളിന്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ, ഉരുണ്ടിട്ട്. ഇനി സ്തൂപം കണ്ടിട്ടില്ലേ ഇങ്ങനെ. ഇനി ബോക്സ് കണ്ടിട്ടില്ലേ, അതിനെന്താണ്, നീളവും വീതിയും കടന്നു വരുമ്പോൾ അതിനെന്തായി, അത് ബോക്സ് ആയിട്ട് രൂപപ്പെട്ടു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് കളറാണ്. വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഓഫ് ദ കളർ, ഇന്റൻസിറ്റി, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കളറിലാണ്. അടുത്തതാണ് ടെക്സ്ചർ എന്ന് പറയും. അതായത് ഒരു പ്രതലത്തിന് നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ആ പ്രതലത്തിന്റെ ടെക്സ്ചർ ആണ്. ഒരു പ്രതലത്തിന് ഫീൽ ചെയ്യുന്ന സ്മൂത്ത്നെസ്സോ അല്ല എങ്കിൽ റഫ്നെസ്സിനെയോ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്, ടെക്സ്ചർ എന്ന് പറയുന്നത്. ലൈനുകൾ ചേർത്തിട്ട് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തു, ഷേപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫോം ക്രിയേറ്റ് ചെയ്തു. ആ ഫോമിൽ നമ്മൾ എന്ത് ചെയ്തു, പെയിന്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ പ്രതലത്തിന് ഒരു ടെക്സ്ചർ കൊടുത്തു. ഇനി അടുത്തത് സ്പേസ് ആണ്. ഈ ബോക്സ് നമ്മൾ കൊണ്ടുവച്ചല്ലോ, കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഈ ബോക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് വരുന്ന സ്ഥലമുണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, സ്പേസ് എന്ന് പറയുന്നത്. ഇതിൽ നെഗറ്റീവ് സ്പേസ് ഉണ്ട്. അതായത് ഈ ബോക്സിന്റെ ചുറ്റും ഷാഡോ വീഴുന്ന ഒരു ഏരിയ എന്ന് വിചാരിക്കും. ഇവിടെ ലൈറ്റ് ആണ്, ഇവിടെ ബോക്സ് ഇരിപ്പുണ്ട്, ഇവിടെ ഷാഡോ വീണു. അപ്പൊ ഈ ഡാർക്കർ വീഴുന്ന പോർഷൻ ഉണ്ട്, ലൈറ്റ് വീഴുന്ന പോർഷൻ ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് വീഴുന്ന പോർഷൻ നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് എന്ന് പറയാം. അതായത് ഇവിടെയാണ് ബോക്സ് ഇരിക്കുന്നത്, ഇവിടെ ലൈറ്റ് ഇരിപ്പുണ്ട്, ലൈറ്റ് ഇവിടുന്ന് വരുവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ബോക്സിന്റെ സൈഡിലേക്ക് ലൈറ്റ്, ഒരു ഷാഡോ വീഴുന്നുണ്ട്. ഇതില് ലൈറ്റ് വീഴുന്ന പോർഷൻ പോസിറ്റീവും ഡാർക്കർ ആയിട്ട് വന്നിരിക്കുന്ന പോർഷൻ നെഗറ്റീവ് സ്പേസുമാണ്. മനസ്സിലായോ? അതായത് ഒരു ബോക്സ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതിനെ ചുറ്റി വരുന്ന എം ടി സ്പേസിനെ പറയുന്ന പേരാണ് എന്ത്, സ്പേസ് എന്ന് പറയുന്നത്. എം ടി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് എന്ത്, സ്പേസ് എന്ന് പറയുന്നത്. ഈ സ്പേസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 2 ഡിസൈനുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, സ്പേസ്, അത് നമ്മൾ ആനുപാതികമായിട്ട് കൊടുത്തില്ല എങ്കിൽ ആ ഡിസൈൻ ഭംഗിയുള്ളതാവൂല. ഇനി അടുത്തത് വാല്യൂ ആണ്. ഏറ്റവും ലാസ്റ്റത്തെ എലമെന്റ് എന്ന് പറയുന്നത് വാല്യൂ ആണ്. വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്നെസ് ഓർ ഡാർക്ക്നെസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ കളറിന്റെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ്സ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എലമെന്റ്സ്, നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്, എലമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻസ് പഠിക്കാം. അപ്പം എലമെന്റ്സ് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതിയാവും, ഞാൻ വന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ.
അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.